ഹരിപ്പാട് കേന്ദ്രമായി പുതുതായി രൂപീകൃതമായ സാഹിത്യ സാംസ്കാരിക സംഘടനയായ കേരള കാളിദാസ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ പ്രഥമ കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് കെ രാജഗോപാൽ അർഹനായി. സംഘടനയുടെ ഉദ്ഘാടനവും കേരളവർമ്മ വലിയകോയി തമ്പുരാന്റെ അനുസ്മരണവും പ്രഥമ സാഹിത്യ പുരസ്കാര സമർപ്പണവും 19-ന് ഉച്ചയ്ക്ക് 2-ന് ഹരിപ്പാട് ഡാണാപ്പടി MCM ഓഡിറ്റോറിയത്തിൽ നടക്കും. വൈവിധ്യമാർന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ഹരിപ്പാട് കേന്ദ്രമാക്കി പുതിയതായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന സാഹിത്യ സാംസ്കാരിക സംഘടനയായ കേരള കാളിദാസ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ പ്രഥമ കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് കെ രാജഗോപാൽ അർഹനായതായി ട്രസ്റ്റികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ ഇന്നുവരെ അർഹമായ ഒരു സ്മാരകം ഉണ്ടായിട്ടില്ല എന്നുള്ളത് മലയാളക്കരയെ അല്ലെങ്കിൽ മലയാളത്തെ സ്നേഹിക്കുന്നവരൊക്കെ തന്നെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കഴിഞ്ഞ 18 വർഷമായി ഹരിപ്പാട് അനന്തപുരം കൊട്ടാരം കേന്ദ്രമാക്കി അനൗദ്യോഗികമായ രീതിയിലൊക്കെ തന്നെ നമ്മൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് വിശാലമായ ഒരു ജനങ്ങളുടെ കൂട്ടായ്മയായി പരിവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് ഈ സാംസ്കാരിക വേദിയുടെ രജിസ്ട്രേഷനോടുകൂടി തന്നെയാണ്. നവംബർ 16-ന് ഇതിന് രൂപം കൊടുത്തതിന് ശേഷം ഉദ്ഘാടനത്തിനായിട്ട് പല തീയതികൾ നമ്മൾ തെരഞ്ഞെടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ തന്നെ നടത്താനാണ് പിന്നീട് തീരുമാനമായത്. അതുകൊണ്ട് അതേ സമയത്ത് തന്നെ നമ്മൾ വലിയവത്തുപുരാന്റെ പേരിലുള്ള പുരസ്കാരം കൊടുക്കുന്നതിനുള്ള പരിപാടിയുണ്ട്. യഥാർത്ഥത്തിൽ കേരള കാളിദാസ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ചെങ്ങന്നൂർ സ്വദേശിയായിട്ടുള്ള ശ്രീ കെ രാജഗോപാലാണ്. അദ്ദേഹം എഴുതിയ പതികാലം എന്ന കവിതാ സമാഹാരം DC ബുക്സ് പ്രസിദ്ധീകരിച്ച പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ വർഷത്തെ പുരസ്കാരം നിർണയിച്ചിരിക്കുന്നത്. ദീർഘകാലമായി ആലപ്പുഴ ട്രഷറി ഓഫീസറായിട്ട് പ്രവർത്തിച്ച അദ്ദേഹം ഇപ്പോൾ ചെങ്ങന്നൂരിലെ മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. 5 കവിതാ സമാഹാരങ്ങളോളം ഇറക്കിയിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വലിയ തമ്പുരാന്റെ ഈ വർഷത്തെ ഈ പരിപാടിക്ക് തെരഞ്ഞെടുത്ത പുസ്തകങ്ങളിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെയധികം സവിശേഷതകളുള്ള പുസ്തകങ്ങൾ. പഴയ ഒരു രീതിയും പാരമ്പര്യ രീതിയും പുതിയ രീതിയും ഒരേപോലെ അനുവർത്തിച്ചു വരുന്ന ആധുനികത തികഞ്ഞു നിൽക്കുന്ന എഴുത്തുകാർക്കാണ് നമുക്ക് അവാർഡിനായിട്ട് പരിഗണനയ്ക്ക് പുസ്തകം തെരഞ്ഞെടുത്തത്. അതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. വലിയ തമ്പുരാന്റെ പേരിൽ നമുക്ക് ഹരിപ്പാട് ഒരു നല്ല സ്മാരകം നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ കുറച്ച് വസ്തു കണ്ടെത്തി അവിടെ ഒരു പഠന ഗവേഷണ കേന്ദ്രം തുടങ്ങുന്നതിനൊക്കെ തന്നെ 9 പേരടങ്ങുന്ന കേരള കാളിദാസ സാംസ്കാരിക വേദിയുടെ ട്രസ്റ്റികൾ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും ഈ ഫെബ്രുവരി 19-ന് തന്നെ നടത്തുന്നുണ്ട്. അത് ഭാഷാ പണ്ഡിതനായ ശ്രീ എഴുമറ്റൂർ രാജരാജവർമ്മയാണ് നടത്തുന്നത്. പുരസ്കാര വിതരണവും അദ്ദേഹം തന്നെ നിർവഹിക്കുന്നു. ഈ അവസരത്തിൽ തന്നെ ഹരിപ്പാട്ടെ ഏറ്റവും മുതിർന്ന സാഹിത്യകാരനായിട്ടുള്ള നമ്മുടെ കരുവറ്റ KM പങ്കജാക്ഷൻ സാറിനെ വേദിയിൽ ആദരിക്കുന്നുണ്ട്. അതുപോലെ ആചാര്യ പുരസ്കാര ജേതാവായിട്ടുള്ള സംസ്കൃത അധ്യാപകനും റിട്ടയർഡ് അധ്യാപകനായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ സാറിനെയും ഈ വേദിയിൽ ആദരിക്കുന്നുണ്ട്. അതുകൂടാതെ സംസ്ഥാന തലത്തിൽ നമ്മുടെ ഹരിപ്പാട് പ്രദേശത്ത് നിന്ന് A ഗ്രേഡ് കലോത്സവത്തിൽ A ഗ്രേഡ് കിട്ടിയ കുട്ടികളെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് അതിലുണ്ട്. അപ്പോ വലിയ ഈ പ്രവർത്തനത്തില് നമ്മുടെ ഹരിപ്പാട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഹരിപ്പാട് വളരെയധികം ഖ്യാതി നേടിയ ഒരു പ്രദേശമാണ്. പക്ഷെ നമ്മൾ ആരും തന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം ഉണ്ടാക്കുന്നതിനുള്ള ആത്മാർത്ഥമായ ശ്രമം ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള സജീവ ശ്രമമാണ് ഈ സമിതിയിലൂടെ നമ്മൾ നടത്താൻ
ഉദ്ദേശിക്കുന്നത്. സംഘടനയുടെ ഉദ്ഘാടനവും കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ അനുസ്മരണവും പ്രഥമ സാഹിത്യ പുരസ്കാര സമർപ്പണവും 19-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ഹരിപ്പാട് ഡാണാപ്പടി MCM ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രഥമ കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത് K. രാജഗോപാൽ രചിച്ച പതികാലം എന്ന ഗ്രന്ഥമാണ്. 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഭാഷാ പണ്ഡിതനായ എഴുമറ്റൂർ രാജരാജവർമ്മ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നിർവഹിക്കും. മുതിർന്ന സാഹിത്യകാരനായ കരുവാറ്റ KM പങ്കജാക്ഷൻ, ആചാര്യ പുരസ്കാര ജേതാവ് G. രാധാകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. കലാസാംസ്കാരിക മേഖലകളിൽ മികവ് കാട്ടിയവരെയും പ്രദേശത്തു നിന്നും സംസ്ഥാന കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കും. പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ, പ്രൊഫസർ നടുവട്ടം ഗോപാലകൃഷ്ണൻ, പ്രൊഫസർ ഡോക്ടർ ബിന്ദു സനിൽ എന്നിവരടങ്ങുന്ന സമിതിയാണ് പുരസ്കാര നിർണ്ണയം നടത്തിയത്. വാർത്താ സമ്മേളനത്തിൽ സംഘടനയുടെ പ്രസിഡന്റ് സുരേഷ് മണ്ണാർശാല, വൈസ് പ്രസിഡന്റ് ഹരിപ്പാട് ശ്രീകുമാർ, സെക്രട്ടറി R. ചന്ദ്രശേഖരൻ പിള്ള, ജോയിന്റ് സെക്രട്ടറി G. രാധാകൃഷ്ണൻ, ട്രഷറർ ഷിബു പഞ്ചവടി എന്നിവർ പങ്കെടുത്തു. CT നെറ്റ് ന്യൂസ് ഹരിപ്പാട്.